പാട്ടായിരുന്നു. ഗുഡ് സെലക്ഷൻ. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള, അതിനേക്കാൾ അപ്പുറം ഇത്ര നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ആദ്യമേ തന്നെ ബിഗ് താങ്ക്സ്. പിന്നെ അറിയാലോ, നമ്മുടെ റൗണ്ട്സ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വരും നമ്മുടെ ജഡ്ജ്മെന്റും. സോ അശ്വിൻ, യു ആർ എ ഗുഡ് സിംഗർ. എന്നിരുന്നാലും നമുക്ക് മിസ്റ്റേക്സ് ചോദിച്ചറിയാതെ തന്നെ പറ്റുള്ളൂ. എങ്ങനെ പാടിയെന്ന് നമുക്ക് ചോദിക്കാം. മനീഷ ചേച്ചി, മോള് നന്നായിട്ട് പാടി. പക്ഷേ എനിക്ക് ഇന്ന് ഞാനിവിടെ വന്നപ്പോ ഞാൻ ചോദിക്കായിരുന്നു, ആശ്വരൻ എവിടെ, കണ്ടില്ലല്ലോ എന്ന്. കഴിഞ്ഞ തവണ ഗംഭീരമായിട്ട് പാടി, ഇത്തവണ നന്നായിട്ട് പാടിയിട്ടില്ല, നല്ല അസലായിട്ട് പാടി. പക്ഷെ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മോള് ഋതം വല്ലാണ്ട് ലാഗ് ചെയ്യുന്നുണ്ട് പാടുമ്പോ. അതായത് ഭാവം കൊടുക്കുമ്പോ പാട്ട് താളം വലിഞ്ഞു പോകണം, അതൊന്ന് സൂക്ഷിക്കാം. പിന്നെ പ്ലാൻസ് ചില സ്ഥലങ്ങളിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പാടാം. അതുപോലെ ഞാൻ കഴിഞ്ഞ തവണ മോളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈശോ വസിക്കും കുടുംബം നിർത്തുക. ഒരു വൈബ്രേഷൻ എല്ലാ എൻഡിങ് നോട്ടിലും വരുന്നുണ്ട്. ഈശോ വസിക്കും കുടുംബം ഇങ്ങനെ വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും അത് അങ്ങനെ തന്നെ പാടി പഠിക്കുക, വരരുത് കേട്ടോ മോളെ, അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല പാട്ടാണ്, നല്ല മെസ്സേജ്. മോള് പറഞ്ഞ പോലെ നല്ല അസല മെസ്സേജ് ആണ് ഇതിനകത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പാടുന്നതിലൂടെ എല്ലാ ജനങ്ങളിലേക്കും ഈ മെസ്സേജസും കൂടെ എത്തുകയാണ്. അപ്പൊ വലിയൊരു ദൗത്യമാണ് നിങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ മോളുടെ കണ്ട നാളത്തിൽ നിന്ന് ഞങ്ങൾ കേൾവിക്കാരുടെ എന്താ പറയാ കാതുകളിലേക്ക് എത്തണ്ടേ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനീഷ ചേച്ചി. ഉരുളിയാനിക്കലച്ചാ, കുടുംബഗീതങ്ങളെല്ലാം തന്നെ നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ടല്ലേ. അതുപോലെ ഈശോ വസിക്കും കുടുംബം എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ഇത് രചിച്ച ഇടയാലച്ചനും സംഗീതം നൽകിയ ജേക്കബ് ഫ്രാൻസിസും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജേക്കബ് ഫ്രാൻസിസ് നല്ലൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ശൈലി ഈ ക്ലാസിക്കൽ ഊന്നി നിന്നുകൊണ്ട് സംഗീതം കൊടുക്കുന്ന ഒരാളാണ്. ഒത്തിരി ഭജനഗാനങ്ങൾ, നല്ല ഭജനഗാനങ്ങളുണ്ട് ജേക്കബ് ഫ്രാൻസിസിന്റെ. അവരെ ഓർത്തൊന്ന് മാത്രം നമ്മുടെ വേദി അവരെയൊക്കെ ഓർക്കണം. നല്ല രചന, മോളെ നല്ല പാട്ടായിരുന്നു കേട്ടോ. നല്ല ഡിക്ഷൻ, നല്ല സ്റ്റഡി സിംഗിങ്, നല്ല കറക്ഷനാണ് മനീഷ മോൾക്ക് തന്നത്. ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാവം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ട് താളം ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോ ഭംഗിയായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു അങ്ങനെ ഉണ്ട്. പിന്നെ മനുഷ്യ പറഞ്ഞ തന്നെയാണ്, കാണും ചില സംഗതികൾ എടുക്കുമ്പോൾ അതിന്റെ പെർഫെക്ഷന്റെ ചില കുറവായിരുന്നു. പ്രത്യേകിച്ച് പല്ലവിയില് കാണും ഇല്ലേ, കാണൊരു അത് നമ്മൾ പഠിക്കുന്ന ഈശോ വസിക്കും കുടുംബം. ജീവിതം കാണും, ജീവിതം കാണും, വ്യക്തികൾ പണിയും കുടുംബം. ആദ്യം പാടിയില്ലേ മോൾ, അതുപോലെയായിരുന്നു മറ്റേ ട്രാക്കിൽ കിടക്കുന്നത്. അപ്പൊ പാടിയിൽ കിടക്കുന്ന അങ്ങനെയായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചില വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. സ്വാർത്ഥം, സ്വാർത്ഥം, അങ്ങനെ വളരെ ചെറിയ മിസ്റ്റേക്സാ. പക്ഷെ എന്താണ് ഭയങ്കര പ്രതീക്ഷ ആശ്രയം നിൽക്കുമ്പോൾ. ഇന്നലെ ഈ റൗണ്ടിൽ പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ടി അല്ലല്ലോ, ഓർമ്മകൾ അല്ല, തുള്ളി തുള്ളി അങ്ങ് പാടിയില്ലേ, എന്ത് രസമായിരുന്നു കിടക്കാൻ. അതിങ്ങനെ മനസ്സിൽ കിടക്കാൻ കേട്ടോ. അപ്പൊ ഒന്നിനൊന്ന് ഡെവലപ്പ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. ആ പ്രതീക്ഷകളൊക്കെ മങ്ങലേൽപ്പിക്കാതെ ഇനിയുള്ള റൗണ്ട്സിൽ പെർഫോം ചെയ്യണം കേട്ടോ. തീർച്ചയായും. താങ്ക് യു അച്ഛാ. ദലീമ ചേച്ചി, അശ്വൻ ചേച്ചി, ഇത് നിഷ്കളങ്കമായ ഒരു മുഖമുള്ള ഒരു കുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. നന്നായിട്ട് പാടുമ്പോളും നല്ലൊരു ഭാവി മോൾക്കുണ്ട്. ഇതിപ്പോ നല്ല വരികളുമാണ്, നല്ല മ്യൂസിക്കുമാണ് അല്ലേ, എല്ലാം നല്ല. മോൾക്ക് എന്താ അനുഭവപ്പെട്ടു പാടിയിട്ട്? ഞാൻ പാടി വരുമ്പോ ചില പൊസിഷൻസ് താളതൃത്വത്തിൽ കേറുന്നില്ലായിരുന്നു ഉണ്ടായിരുന്നു. ഫസ്റ്റ് പല്ലവിയില് മോള് സെക്കൻഡ് ഈശോ വസിക്കും, അത് ഇത്തിരി ഫ്ലാറ്റാണ്, പൊടിക്കും. പിന്നെ
കാണണമെന്നുള്ള പ്ലാൻസ് അത് മോളൊന്ന് പാടിക്ക്. ഈശോയിലെന്നും ജീവിതം കാണും, ജീവിതം കാണും. അത് നല്ല വ്യക്തമായിട്ട് ആ പ്ലാൻസ് തിങ്സ് ക്ലിയർ ആയിട്ട് വരുന്നു കേട്ടോ. ആദ്യത്തെ പ്ലാൻസ് ഇല്ലാത്തതാണല്ലേ ആദ്യത്തെ ഈശോയിലൊന്നും പ്ലാൻ ഇല്ല. അത് പാടിക്ക്. ഈശോയിലെന്നും ജീവിതം കാണും, ജീവിതം കാണും, ജീവിതം കാണും, ഇതിലൂടെ കുഞ്ഞിപ്പോ കൊടുക്കാൻ ജീവിതം കാണും. ഓക്കെ. മറ്റത് ക്ലിയർ ആവണമെന്നേ ഉള്ളൂ, തിങ്സ് ക്ലിയർ ആവണം, അത്രേ ഉള്ളൂ. അത് ഇത്തിരി ക്ലിയർ ആവാനുണ്ട് മോൾക്ക്. പിന്നെ ജ്വലിക്കും, അനുപല്ലവിയിൽ ജ്വലിക്കും. അതില് സെക്കൻഡ് പാടിയത് കുറച്ച് പ്രശ്നം എനിക്ക് തോന്നുന്നു, ചെറിയൊരു ഫ്ലാറ്റ്. അത് നമ്മളെ മോളുടെ വോയിസിന്റെ ആണെന്ന് എനിക്കറിയില്ല. പല്ലവിയും ആ പല്ലവി ഇത്തിരി കൂടെ വ്യക്തമാവാനുണ്ടായിരുന്നു പൊടിക്ക്. എന്റെ കാഴ്ചപ്പാടിലാണ് കേട്ടോ. പിന്നെ ഓവറോൾ മോൾ നന്നായിട്ട് പാടി ഇല്ല നല്ല, പക്ഷെ ചെറിയ ചെറിയ മൈന്യൂട്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും വർഷങ്ങൾ 18 വർഷമായി ചേച്ചി ഈ റെക്കോർഡിംഗ് ഫീൽഡിൽ വന്നിട്ട്, അപ്പൊ അതുകൊണ്ട് ഈ പാട്ടുകളുടെ പിച്ച് നമുക്ക് എവിടെയൊക്കെ ശ്രുതി പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പാടുന്നതിലല്ല, നമ്മൾ കേൾക്കുമ്പോഴ് ശ്രുതി പ്രശ്നം നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എവിടെയൊക്കെ ചേരുന്നു, എവിടെയൊക്കെ കുറയുന്നു. പിച്ച് കുറയുന്ന ഒരവസ്ഥയുണ്ട്, നമുക്കൊന്ന് ഇത്തിരി എന്തോ ഒരു സംശയം ചേർച്ചക്കുറവുണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അപ്പൊ അത് എനിക്ക് പല്ലവിയിലൊക്കെ അനുഭവപ്പെട്ടു. മോളെ അസാധ്യമായിട്ട് പാടുന്ന കുട്ടിയാണ്, അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞു തരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ത് മനോഹരമായിരുന്നു മോളുടെ വോയിസും ആ പാട്ടും. ഞാൻ അതാ പ്രതീക്ഷിക്കുന്ന മോളിൽ നിന്ന്. ശരിക്കും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ദലീമ ചേച്ചി. ആഷ്രിന്റെ കഴിഞ്ഞ പെർഫോമൻസസ് ആണ് ആഷ്രിന്റെ ഉത്തരവാദിത്തം കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത്. എപ്പോഴും വി എക്സ്പെക്ട് ഹൈ, ഇനിയും ഹയർ പെർഫോമൻസസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അത് തന്നെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എനിവേസ് യു ആർ എ ഗുഡ് സിംഗർ, അതിന് ഒരു മാറ്റമില്ല. സോ നമുക്ക് മാർക്സ് ചോദിക്കാം. മനീഷ ചേച്ചി, ആഷ്രിൻ 15.5 out of 20. ഉരുളിയാണെങ്കിൽ അച്ഛാ 35.5 out of 40. ആൻഡ് ദലീമ ചേച്ചി, മോൾക്ക് ഇത്തിരി കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും തീരെ കുറച്ചിട്ടില്ല. 35.5 again out of 40. So Ashrin the score 86.5 out of 100. ഒരിക്കലും മോശമല്ല സ്കോർ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ എപ്പോഴും ഹയർ മാർക്സ് ആഷ്രിനിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനിയുള്ള ഒരു റൗണ്ട് കൂടെ ബാക്കിയുണ്ട് അല്ലെ? ആ റൗണ്ടിൽ നല്ല പോലെ ആഷ്രിന്റെ കഴിവ് മാക്സിമം ഉപയോഗിച്ച് പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ടുഡേസ് പെർഫോമൻസ്. താങ്ക് യു.